Hello, welcome to our next topic, Excel worksheet formatting and editing. എക്സൽ ഷീറ്റിലെ ഡേറ്റ ഫോർമാറ്റിങ്ങും എഡിറ്റിങ്ങും ആണ്. ഫോണ്ടിൻ്റെ സ്റ്റൈല് സൈസും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ എങ്ങനെ വേരിയേഷൻ വരുത്താം, അതിന് ഡേറ്റ വേരിയേഷനും അതിൻ്റെ സ്റ്റൈലും മാറ്റുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ടൈപ്പ് ചെയ്ത് നമ്മൾ ലൈൻ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്തത്. ഇപ്പം നമുക്ക് വേണ്ടത് നമ്മൾ ഡേറ്റ ടൈറ്റിലാണ് ഈ കാണുന്നത് അല്ലേ. നമ്മൾ കണ്ടൻസ് ഡേറ്റ ഐറ്റംസ് കൊടുക്കാനുള്ള ഡേറ്റ ടൈറ്റിലാണ്. ഇത് നെയിം ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വളരെ ലെന്ത് കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു ഏരിയയാണ്. അപ്പം നമുക്ക് ഈ ടൈറ്റിലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നെയിം ഓഫ് സ്റ്റുഡൻസ് ഇവിടെ നമുക്ക് വരുമ്പോൾ ടോട്ടൽ മാർക്സ് ആകെ 3 ഡിജിറ്റ്സേ ഉള്ളൂ. ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ ലെന്ത് കൂടുതലാണ്. ഇതിനെയൊക്കെ നമുക്ക് റാപ്പ് ചെയ്യാമെന്ന് പറയും. കട്ട് ചെയ്ത് ഒരു സെല്ലിൽ തന്നെ 2 ലൈനാക്കി മാറ്റുക. ഒരു സെല്ലിൽ ഒരു ലൈനല്ലേ ഉള്ളൂ, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഈ റാപ്പ് ടെസ്റ്റ് ഓണും ഓഫും ആണ്. മർജ് ചെയ്യുന്ന കണക്ക് ഞാൻ റാപ്പ് ടെസ്റ്റ് ചെയ്തു. അതേക്കണ്ടേ ടോട്ടൽ മാർക്സ് എന്നുള്ളത് ഒരു സെല്ലിനകത്ത് തന്നെ 2 ലൈനായിട്ട് മാറി. അല്ലാതെ ഒന്നിലധികം ലൈനുകൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കാം, നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതിനെ നമ്മൾ റാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ റാപ്പ് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഓണാക്കി. അപ്പോൾ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് എന്ത് ചെയ്തു, 2 ലൈനിലായിട്ട് ഹെഡിങ് വന്നു. മനസ്സിലായോ? അപ്പോൾ റാപ്പ് ഓഫ് ആക്കുകയാണ്, അത് ഓഫാവും. ചിലപ്പോൾ നിങ്ങൾ ലെന്തിനനുസരിച്ച് അത് വർക്കൗട്ട് ചെയ്യും. ഇനി നമ്മൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ ടൈറ്റിലാണ് നമ്മളുടെ ഫീൽഡ് നെയിമാണിത്. ഡേറ്റ ടൈറ്റിലാണ്. ഡേറ്റ ടൈറ്റിലിന് നമുക്ക് ഞാനിപ്പോൾ റോ ഹൈറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. ആവശ്യമെന്നനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നിങ്ങൾ പഠിച്ചു. റോ ഫ്രെയിമിൽ വെച്ച് യൂസ് ചെയ്യാം മൗസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസ് നമുക്ക് ഒത്തിരി കൂട്ടി കൊടുക്കാം. ഒരു 14 സൈസ് എത്രയും വേണ്ട, 12 സൈസ് കൊടുത്തു. സൈസ് നമുക്കത് ഇഷ്ടം കൂട്ടാം, ഫോണ്ട് മാറ്റാം. അതല്ലാതെ ഇതിനെ നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം. കൺട്രോൾ B കൊടുത്താൽ നിങ്ങൾക്ക് ബോൾഡ് ആവും, കൺട്രോൾ I കൊടുത്താൽ ഇറ്റാലിക്കാവും. അവിടെ നമുക്ക് 2 ഓപ്ഷൻസുകളുണ്ട്. ഫോണ്ടിൻ്റെ തന്നെ വേരിയേഷനാണ് ഇവിടെ. ഫോണ്ട് സൈസ് സ്റ്റൈല്. അപ്പോൾ ഇവിടെ നമുക്ക് ബോൾഡാക്കി മാറ്റണം. ടൈറ്റിലല്ലേ, ബോൾഡായത് കണ്ടോ, അത് ഓഫാക്കാൻ അത് തന്നെ ഉപയോഗിക്കാം. ബോൾഡായി ഓഫായി. ഇറ്റാലിക് ആക്കണേ, ഇറ്റാലിക്കായി. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫാക്കുക. അതുപോലെ അണ്ടർലൈൻ ഇടണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈൻ അണ്ടർലൈൻ അല്ല, ഡേറ്റ അണ്ടർലൈനാണ്. ആ ക്യാരക്ടറിൻ്റെ അടിയിലാണ് വര വീഴുന്നത്. അങ്ങനെ ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബോൾഡാക്കി, ഇറ്റാലിക്കാക്കി. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബോർഡറാണ് വേണ്ടത്. ഒരു ലൈനല്ലേ, ഈ ലൈൻ ബോർഡറാണ് വേണ്ടുന്നതെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻസിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ അപ്പം ബോർഡർ ഏത് ലൈൻ വേണം, എങ്ങനെ 4 മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾ ബോർഡേഴ്സ് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, എല്ലായിടവും ബോർഡർ വീണുണ്ടോ. അത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നോ ബോർഡർ എന്നൊരു ഓപ്ഷനുണ്ട്. നോ ബോർഡർ കൊടുത്ത് ബോർഡർ പോയി. ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷീറ്റിന് മൊത്തത്തിൽ നമുക്ക് ടൈറ്റിൽ ബോർഡർ കൊടുക്കാം. കണ്ടൻസിന് മൊത്തത്തിൽ നമുക്ക് ബോർഡർ കൊടുക്കണം. ലൈൻ ഇട്ടാൽ മാറ്റം കിട്ടണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ലൈനൊന്നുമില്ല. ഈ കാണുന്ന ലൈനൊന്നും പ്രിൻ്റ് വരില്ല. ജസ്റ്റ് ഞാനൊരു പ്രിവ്യൂ എടുത്ത് കാണിക്കാം. പ്രിവ്യൂവിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വെള്ള പേപ്പറിൽ എടുക്കും പോലെയാണ് നമുക്ക് പ്രിൻ്റ് വരുന്നത്. ലൈനില്ല. ഇപ്പം ഞാനിതിനൊരു ബോർഡർ കൊടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പം ഞാനിതിന് ബോർഡർ കൊടുക്കുകയാണ്. ഓക്കെ, ലുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, നമുക്ക് സെല്ലിന് ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഓൾ ബോർഡർ വേണം, എല്ലായിടവും ലൈൻ വേണം. ഫുൾ ലൈൻ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റിൽ ഉപയോഗിച്ചിട്ടില്ല, ടൈറ്റിലിന് ആവശ്യമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഡേറ്റ ഐറ്റംസിന് മാത്രം എടുത്ത് ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം. പ്രിൻ്റ് എടുക്കുന്നതിന് നമുക്ക് നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. വർക്ക്ഷീറ്റ് ഉണ്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബോർഡർ വേണ്ടിയിരിക്കുന്നത്. നമുക്ക് വേണേൽ അലൈൻമെൻറ്റ് നിങ്ങൾ പഠിച്ചതാണ്. ഈ മാർക്കൊക്കെ സെൻട്രൽ അലൈൻമെൻ്റ് ആക്കി വെക്കാം. മാർക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സെൻട്രൽ ആക്കി വെക്കാം. ഇതിപ്പോൾ പ്രിവ്യൂവിൽ നിൽക്കുകയാണ്, സൂം വർക്കൗട്ട് ചെയ്തത്. ഈ മാർക്കൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ സെൻട്രൽ കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെൻട്രൽ അലൈൻമെൻ്റ് ഉണ്ട് ഉണ്ടോ. ഇപ്പം നമുക്ക് ആ ടൈറ്റിലിൻ്റെ സെല്ലിൻ്റെ സെൻട്രൽ കണ്ടൻസ് ആയിട്ട് കിട്ടി. അപ്പോൾ അലൈൻമെൻറ്റ് മനസ്സിലായല്ലോ. വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇത് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും ഉള്ളു. അപ്പോൾ അലൈൻമെൻറ്റ് നമ്മൾ പഠിച്ചു. ഡേറ്റ സെൻറ്ററാക്കി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കി. പിന്നെ റാപ്പ് ടെസ്റ്റ് റാപ്പ് ചെയ്തു. നമ്മൾ ഒരു ലൈനിൽ തന്നെ 2 മാറ്റർ ലൈനാക്കി, ഡേറ്റ ലൈനാക്കി. അപ്പോൾ ഇതൊക്കെ അവിടെ ലൈൻ മാറുന്നില്ല, കണ്ടൻസിൻ്റെ ലൈൻ കൂടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് സ്പ്ലിറ്റപ്പ് ചെയ്ത് കുറച്ച് കൊടുക്കുന്നതനുസരിച്ച് കൂടി വരും, ലെന്ത് കൂടിയും വരും. അപ്പോൾ അത് നമ്മൾ ഫോർമാറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫോണ്ട്. ഇനി നമുക്കിത് കളറൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നു.
ഇനി നമുക്ക് ഏതെങ്കിലും സെല്ലിനകത്ത് ഹൈലൈറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽ കളറുണ്ട്. ഇവിടെ എടുത്ത് നമുക്ക് അതിന് മോർ കളേഴ്സ് വേണമെങ്കിൽ മോർ കളേഴ്സിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി, അവിടെ വരും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈറ്റിലിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് ഇവിടെ ഫിൽ കളേഴ്സ് ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് റാപ്പ് ചെയ്തു, കളർ ഫില്ല് ചെയ്തു, ബോൾഡ് ചെയ്തു, ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇതുവരെ ഈ ഫയൽ ഞാനൊന്ന് സേവ് ചെയ്ത് നിങ്ങളെ കാണിച്ചില്ല. കാരണം മനഃപൂർവ്വമാണ്. നിങ്ങൾ ഡേറ്റ ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഒരു ഷീറ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോൾട്ടുകൾ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തുടരെ ഓരോ ഷീറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫയൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യണേ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ആസ് എടുക്കുക. സേവ് ആസ് പല ടൈപ്പ് ഫയൽ. അപ്പോൾ സേവ് ആസ് എടുത്തിട്ട് നിങ്ങളെ ഫോൾഡർ ഇവിടെ ആണോ, ഇവിടെ നമ്മളൊരു ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഫസ്റ്റ് ഷീറ്റ് എന്നുള്ളത് FSHEET ഫസ്റ്റ് ഷീറ്റ് മൈ ഫസ്റ്റ് ഷീറ്റ് എന്നുള്ളത് കൊടുക്കുവാണ്. ഇനി അതല്ല നിങ്ങൾ ആ ഷീറ്റ് സ്റ്റുഡൻസ് റിപ്പോർട്ട് എന്നാണ് സ്റ്റുഡൻസ് റിപ്പോർട്ട്സ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏത് ഫോൾഡറിലാണ് എവിടെയാണ് വേണ്ടുന്നത് അതും കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക. ഇപ്പം നമ്മളെ ഈ ടൈറ്റിലിനകത്ത് അവിടെ പേര് വന്നു F ഷീറ്റ് എന്ന് ഉണ്ടോ, വർക്ക് ഷീറ്റ് മൈക്രോസോഫ്റ്റ് എക്സൽ F ഷീറ്റ് എന്ന് വന്നു. അപ്പോൾ ഇവിടെ ഞാനിത് സേവ് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ പോകാതിരിക്കാൻ Ctrl+S കൊടുത്ത് ഇതിനോടൊപ്പം സേവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് Ctrl+S കൊടുക്കുക, സേവ് ആയി പോകും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോകുമ്പോൾ ഡേറ്റ മിസ്സായിപ്പോയി. ഇപ്പം ഞാൻ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സലിൻ്റെ ഹോം സ്ക്രീനിൽ പോവുക. ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ഉണ്ട്. ഓപ്പണിന് ഞാൻ സേവ് ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് ഫയൽ എന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളെ ഫയൽ ലിസ്റ്റിനോടൊപ്പം F ഷീറ്റ് എന്നുള്ളത് കിടപ്പുണ്ട്. ഈ F ഷീറ്റ് എന്നുള്ളത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അത് എക്സലിൻ്റെ ഐക്കൺ നിങ്ങൾ കണ്ട എക്സെന്ന് അത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഡേറ്റ ഫോർമാറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഷീറ്റ് എടുക്കാനും മനസ്സിലാക്കുക. ഓക്കെ, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ബായ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോ. ഓക്കെ, ബായ്.